ഹലോ നമസ്കാരം. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് മറ്റേ എന്താ പറയുക കൊച്ചുവേളി അല്ലേ, കൊച്ചുവേളിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് കൊച്ചുവേളിയിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തൃശ്ശൂർ നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ അപ്പോൾ ചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വന്നു ഞങ്ങളെ കൂട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചുവേളി വന്നപ്പോൾ ഇത് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ. ഇത് സംഭവം കാര്യങ്ങളൊക്കെ റെഡിയാണ്. പക്ഷേ ഇവിടെ ആകെ മൊത്തം വൃത്തികേടായിട്ട് എടുക്കുക, ചെളി. ഇതിനൊരു പാർക്കിംഗ് സംവിധാനം നല്ല രീതിയിൽ കൂടി വെക്കുകയാണെന്നുണ്ടല്ലോ ആൾക്കാർക്ക് കുറേ കൂടി സൗകര്യപ്രദമാകുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് പ്ലേസാണിത്. ഇവിടെ മുമ്പോട്ട് ഇറങ്ങിയാൽ നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ പോയിട്ട് കാണിക്കാം. ഇതുപോലെ ഇവിടെ പാർക്കിങ്ങിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കാർ പാർക്കിങ്ങിന് 20 രൂപയാണ് ചാർജ് വാങ്ങുന്നത്. പക്ഷേ ചെളിയിൽ നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നൊരു ഇവിടെ അതുപോലെ തന്നെ ഭയങ്കര ചെളിയാട്ടോ. അവിടെയൊക്കെ ഭയങ്കര ചെളിയാണ്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് വെട്ടുകാട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് കണ്ടോ വെട്ടുകാട് ബോർഡ് വെച്ചാൽ കണ്ടോ, വെട്ടുകാട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് അങ്ങനെ. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞത് ഇവിടെ പാർക്കിങ്ങിന് ഒരു കോൺഫറൻസ് ഹാൾ ഇവിടെ ഉണ്ട്. കണ്ടോ റോഡ് പണി കഴിച്ചിട്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. ഒരു ബോർഡ് കണ്ടോ, ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചു തരാം. ശരിയാണ്, നമ്മൾ കാഴ്ചക്കാരല്ല, നമ്മൾ കാവൽക്കാരാണ്. പക്ഷെ നമ്മൾ ആരും മിണ്ടില്ല ഒരു കാര്യത്തിനെ കുറിച്ചും. അതുപോലെ പാർക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതാണ് പാർക്കിംഗ് സംവിധാനത്തിൻ്റെ അവസ്ഥ. ഈ റോഡ്. പിന്നെ ഇവിടെ ഒരു കൺവെൻഷൻ സെൻ്ററാണിത്. കൺവെൻഷൻ സെൻ്ററാണ്. ഇതിനുള്ളിലും പാർക്കിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താൽക്കാലികം കേട്ടോ, അത് പ്രവർത്തനമല്ലാത്ത കാരണം ഇത് പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനുള്ളിൽ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉണ്ടോ, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം പണിതിട്ടുള്ളതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരു കൺവെൻഷൻ സെൻ്റർ ആണെങ്കിൽ പോലും നല്ല രസമായിട്ട് പണിതിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനിയിപ്പം മുമ്പോട്ട് പോവാം. അതുപോലെ വേളിക്ക് ബസ്സുണ്ട് കേട്ടോ. ഒരുപാട് ബസ്സുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഐസ്ക്രീം കച്ചവടം, പിന്നെ ചെറിയ നല്ല രസകരമായ തട്ടുകട എന്ന് പറഞ്ഞാൽ അതായത് എന്താ പറയുക, കുട്ടികൾക്കുള്ളത് വെള്ളം, നമുക്ക് സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള സാധനം. പിന്നെ ഇവിടെ എന്താ ഈ ഗ്യാസ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കളിപ്പാട്ടങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എന്താ പറയുക, ഇന്ന് പൊതുവെ തിരക്കില്ലാത്തൊരു ദിവസം. ഇന്ന് ഒഴിവ് ദിവസമല്ലല്ലോ, ഇന്ന് ഫുള്ളും പ്രവർത്തന ദിവസമായ കാരണം ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ നല്ല രസമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല ഇവിടുത്തെ. ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പാനിപൂരി ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കിട്ടുന്ന ഒരു സാധനമാണ് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ്. നല്ല രസമായിട്ടുണ്ടത്. ഇവിടെ പഴയ നാരങ്ങ മുട്ടായി ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ കാലത്ത് നാരങ്ങ മുട്ടായി ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെ അതുപോലെ ഇവിടെ കയറുന്നത് കവാടത്തിൻ്റെ മുമ്പിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് എടുക്കുന്ന ഇവിടെയാണ്. അതുപോലെ ടിക്കറ്റ് കൗണ്ടറാണിത്. ഒരു ആൾക്ക് 10 രൂപ വെച്ചാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ തൊട്ടിപ്പുറത്ത് ടിക്കറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് ടിക്കറ്റ് കീറിയിട്ട് വേണം നമുക്ക് നേരെ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ. ഇതുപോലെ ഇങ്ങനെ കയറി ഇങ്ങനെ അകത്തേക്ക് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരിക. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഇരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. നല്ലൊരു റോസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഒരൊറ്റ പൂവേ ഉള്ളൂ. അത് ഉണ്ടോ, നല്ല രസമുള്ള ഒരൊറ്റ റോസേ ഉള്ളൂ. പക്ഷെ അത് ഉള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട്. മോഡൽ ബീൻസ്, മാതൃക ബിൻ
അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ജൈവ മാലിന്യങ്ങളൊക്കെ നിങ്ങൾ വലിച്ചെറിയാണ്ട് ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ അഴിച്ചേരണം. ഇത് ഡസ്റ്റ്ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ജൈവ മാലിന്യമായി ഉപയോഗിക്കാം. നമുക്ക് പ്രകൃതി നല്ല ശുദ്ധമായി നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു സിഗ്നൽ ബോർഡാണ്. നമ്മളവിടെ നേരെ അതിനുള്ളിലേക്ക് കിടക്കാം കേട്ടോ. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വേളിയിലെ ഒരു സിഗ്നൽ ബോർഡ് മുമ്പിലുണ്ട്. അവിടെ നിന്ന് രസകരമായ കാഴ്ചകളാണ്. നല്ല പാർക്കിംഗ് സംവിധാനവും പാർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്കതുപോലെ ഈ ഭാഗത്ത് മുയലിൻ്റെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെടി നല്ല രസമുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല അതിമനോഹരമായിട്ടുള്ള ചെടിയും കാര്യങ്ങളുണ്ട്. ഒരു ഡസ്റ്റ്ബിന് വേണ്ടിയിട്ട് മുയലിനെ വെച്ചിട്ടുണ്ട് കണ്ടാ. അവിടെ ഒരു ഡസ്റ്റ്ബിനായിട്ട് വെച്ചിട്ടുണ്ടോ മുയലാ. ഇവിടെ നിന്ന് പിന്നെ മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നതല്ല നല്ല രസകരമായിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് കാണാനും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്. നല്ല രസകരമായിട്ട് ഉണ്ട്. പക്ഷെ കുറേ കാര്യം വലിയ സംഭവമൊന്നും ഇല്ല, എന്നാലും രസകരമാണ്. കുട്ടികൾക്കൊരു ടൈം പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് സവാരി ഉണ്ട്. അതുപോലെ എന്താ ഓരോ സംവിധാനങ്ങൾക്ക് വീട്ടിൽ നല്ല രസമുണ്ട്. ഇവിടെ രസമായിട്ടുള്ള ഒരു സംഭവം പണിതുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ട് സൗകര്യത്തിനുള്ള വേണ്ട ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ ഉണ്ട് ഇവിടെയും അതുപോലെ ആ സിഗ്നൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസ്റ്റ്ബിനൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക മാതൃകാപരമാണ് അത്. കാരണം വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ചപ്പുചവറുകൾ വലിച്ചെറിയാതെ നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നല്ല ശുചിത്വമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതൊക്കെ അല്ല കുട്ടികൾ ഇത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ള നല്ലൊരു അതിമനോഹരമായ ഒരു പാർക്കാണ്. പക്ഷേ കുറേ സംവിധാനങ്ങൾക്ക് ഉൾപ്പെടുത്താം, പക്ഷേ സ്പേസ് കുറേ ഇവിടെ എൻ്റെ കുട്ടികൾക്കുള്ള ഒരു സാധനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. എന്താ പറയുക ഉണ്ടാ കുട്ടികൾക്കുള്ള കളിക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊന്നും രസമാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാട്ടോ. അത് ഇതിനിങ്ങനെ കയറി ഇങ്ങനെ വരുന്നതാ. ഓക്കെ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ടാകും. എന്താ അപ്പം ആ മരത്തിൻ്റെ പേരെന്താ ചോദിച്ചിട്ട് പരിപാലിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല. എന്തോ ഒരു മരം. എന്തായാലും അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആ മരം അപ്പോൾ ആ മരത്തിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല രസമുള്ളൊരു മരമാണ്. കാണുമ്പം നല്ല രസമുള്ള കായും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് പരിപാലിക്കുന്ന ഗാർഡനിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല ഇവിടുത്തെ. കണ്ടോ, നല്ല രസമുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയില്ല അതെന്ത് മരം. ആ മരത്തിൻ്റെ പേരറിയില്ല. എന്തായാലും പേര് അറിയുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നും കൂടി നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അത് വേണ്ട, ഈ മരത്തിൻ്റെ പേരും ഈ മരത്തിൻ്റെ എന്താ പേരെന്നുള്ള അറിയില്ല. പേരും കായും എന്താ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല, കുട്ടികൾക്കൊരു നേരം പോക്കിനായിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണിത്. ഇത് നമ്മുടെ അരളിയാണ്. ഇപ്പം ഈ അടുത്ത മരണത്തിന് കാരണമാക്കി എന്ന് പറയപ്പെടുന്ന സംഭവമാണിത്. അരളിച്ചെടി നമ്മൾ ഈ അമ്പലങ്ങളിൽ പരിപാടി ഉത്സവത്തിനൊക്കെ നമ്മളിങ്ങനെ പൂജയ്ക്കൊക്കെ എടുക്കുന്നില്ലേ, ആ അരളിയാണത്. അരളിപ്പൂവാണിത്. ഇതാരും ദയവ് ചെയ്ത് അത് ആരും പറിച്ച് വായിലേക്ക് വയ്ക്കുകയോ കടിക്കുകയോ ചെയ്യരുത്. ഈ പൂവോ ഇലയോ ഒന്നും. ഇത് നമ്മുടെ ഒരു പഴയ കാലത്തെ ട്രെയിനാട്ടോ. ഇത് നമ്മുടെ ഇതിനുള്ളിൽ കുട്ടികൾക്ക്
ഇങ്ങനെ വലിയ കുട്ടികൾക്കൊന്നും മാത്രമല്ല വലിയവർക്കും യാത്ര ചെയ്യാം. അതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനാണ്. ഇതിൻ്റെ ഉള്ളിൽ പാർക്കിൽ ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പാർക്ക്. ഈ പാർക്കിനുള്ളിൽ മാത്രം കറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനാണ്. നല്ല രസമുണ്ടല്ലേ. അതുപോലെ നമ്മുടെ ആ പാളത്തിൻ്റെ തൊട്ടടിയിലേ വെള്ളം ഉണ്ട് കേട്ടോ. അതിൽ കുറേ മീനുണ്ട്. നിങ്ങൾക്കിത് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം സൂം ചെയ്ത് തരാം. കുറേ മീനുണ്ട് ഉണ്ടോ? സിലോപ്പിയ അങ്ങനെ എന്തോ പറയുന്നൊരു മീനാണ് അത്. കണ്ടോ അതിനടിയിൽ കുറേ ഉണ്ട് മീനുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇടാ നല്ല രസമുള്ള മീനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആമയുണ്ട് കേട്ടോ. അത് ഇവിടെ ഒരു ഭാഗത്തൊരു കുഞ്ഞൊരു ആമയുണ്ട്. അത് അടിയിലേക്ക് ഇതാണ് നമ്മുടെ ട്രെയിന് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കണ്ടോ 859 നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ കേട്ടോ. അതാണ് നമ്മുടെ ട്രെയിൻ. ഓക്കെ, നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് വേണം ഇതിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള. ട്രെയിനിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണത്. നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. നിർദ്ദേശങ്ങൾ സാമൂഹിക അകലം പാലിക്കും. അത് നമ്മുടെ കോവിഡിൻ്റെ ബന്ധപ്പെട്ടുള്ള സിഗ്നൽ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർദ്ദേശ ബോർഡുകളുണ്ട്. ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റിന് 50 രൂപയാണ്, ചില്ലറസ് 30. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം ഇത് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം കേട്ടോ. അവർ ചോദിച്ചപ്പോൾ കയറി കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കയറാം. നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇത് ചാർജബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇലക്ട്രിക് ചാർജിങ് ആണ്. ഉണ്ടോ? ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലെ സംവിധാനം. ഉണ്ടോ? ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലെ ബ്രേക്കോ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെയാണത്. ഉണ്ടോ? അതുപോലെ ഉണ്ടോ ചാർജബിളാണ്. ഇത് ചാർജ് ചെയ്യുന്നത് ഇവിടെയാണ്. ചാർജ് പോയിൻ്റ് ഇവിടെയാണ് കേട്ടോ. ചാർജ് ചെയ്യാനുള്ള ട്രാൻസ്ഫോമറിൻ്റെ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ചാർജ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെ ചാർജ് ചെയ്യുന്നത് കണ്ടോ. കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് നമ്മുടെ ആമക്കുട്ടൻ തലയും മുക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ആമക്കുട്ടനെ കാണുന്നില്ല കേട്ടോ. അതിൽ ഇത് നിൽക്കുന്നു. ആമക്കുട്ടൻ തല താത്തി. ഇത് നമ്മുടെ ട്രെയിന് നമ്മൾ റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ നടന്നു പോകും കേട്ടോ. ട്രെയിനിൻ്റെ ഫ്രണ്ടേജ് എടുക്കാനായിട്ട് പേരുണ്ട് സാധനം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പഴയ കാലത്തുള്ള സാധനം. ഇത് രസമല്ലേ കാണാണ്ട്. നമ്മുടെ ട്രെയിന് ഇതേ കിടക്കുന്ന ട്രെയിനിൻ്റെ ബാക്കാണിത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു ശരിക്കും ഇതാണ് കേരളം എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് നല്ല എന്തൊരു ഭംഗിയാണെന്ന് അറിയാം ഇവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടും. ഇനി വരുന്നവർ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഓർമ്മകൾ അയവിറക്കാം. ഇത് നല്ലൊരു രസമായിട്ട് കണ്ട. ഇതൊരു ആൾ കിടക്കുന്ന ഒരു ഫീലുണ്ട് ഇതിൽ. കണ്ടോ, മത്സ്യകന്യക കിടക്കുന്ന ഒരു ഫീലായിട്ടാണ് ഇത് ഇവിടെ പുൽത്തകടി വന്നിട്ടുള്ള. അതിൻ്റെ ഉള്ളിൽ എന്താ തെങ്ങൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് മത്സ്യകന്യകയുടെ ആ ശരിക്കുള്ള ഫിഗർ കിട്ടണമെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് എടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ കാണുമ്പം ശരിക്കും മത്സ്യകന്യകയുടെ ആ രൂപം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. തലഭാഗം കാണുന്നില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ അത് അവിടെ നേരെ തിരിയുന്നല്ല, അതിലും അതിമനോഹരമായ വേറൊരു കാഴ്ചയാണ്. ഉണ്ടോ, നമ്മുടെ വലംപിരി ശംഖിൻ്റെ ഒരു പാർക്കും സംവിധാനമൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കണ്ടോ ആ ശംഖിൻ്റെ ഒരു ഭംഗിയുണ്ടോ, എന്ത് രസമാണ്. ഒരു റിയാലിറ്റി ഫീലിൽ അത് ചെയ്തിട്ടുള്ളത് ശരിക്കും. ആ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. 3 ശംഖ് കിട്ടണം കേട്ടോ. ഒരെണ്ണം മുറിഞ്ഞ ഒരു ശംഖാന്ന് തോന്നുന്നു ഈ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ഒരു ശംഖ് പണിതുണ്ട്. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിൻ്റെ മേളിൽ. ഉണ്ടോ, നല്ല രസമായിട്ടുണ്ട്. ആ സൈഡിലൊക്കെ പോയി വെച്ചിട്ട് ആമയൊക്കെ ഉണ്ടാവും കേട്ടോ ഈ വെള്ളത്തിൽ. ഉണ്ടോ ആമ, ശരിയാട്ടോ. ആ ശംഖിൻ്റെ മേളിൽ ഒരു ആമ തലയും പൊക്കി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാവേ. ഒരു 2 ഉണ്ട്. വീണ്ടും തല പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞപ്പോഴേ ഞാൻ കണ്ടോ. ഒരെണ്ണം തല അടിയിലേക്ക് വലിച്ചിട്ടുണ്ട്. കണ്ടോ ഇരിക്കുന്നുണ്ടോ ഒരു ആമ. ഉണ്ടോ, ആമ തല പൊക്കി പിടിച്ചിട്ടിരിക്കുക. 2 പേരുണ്ട് കേട്ടോ. ഒരാൾ ഇറങ്ങിപ്പോയേ, ഒരാൾ തല പൊക്കി പിടിച്ചിരിക്കുകയാണേ. കാരണം ഭയങ്കര വൈബ്രേഷനാണ് വരുന്നത് കേട്ടോ. ഉണ്ടോ അമ്മച്ചേട്ടനെ കണ്ടോ.
ആമച്ചേട്ടോ ആള് ഭയങ്കര ധൈര്യശാലിയാന്ന് തോന്നുന്നു കേട്ടോ. എത്രയോ ഒച്ചയും കേട്ടിട്ട് അനക്കളം മിണ്ടാണ്ടിരിക്കും. ആള് ഭയങ്കര സൈലൻ്റാ. കാണാൻ പറ്റുമോ നോക്കട്ടെ. ഭയങ്കര ധൈര്യശാലിയാട്ടോ ഈ ആമച്ചേട്ടനെ ഭയങ്കര ധൈര്യശാലി. കണ്ടോ നിൽക്കണേക്ക് കലയും പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുക അതിന് മേളിൽ, ആ ശങ്കിൻ്റെ മേളിൽ. എന്താ എന്തായാലും ആമച്ചേട്ടൻ്റെ ധൈര്യം സംഭവിച്ചു. ബാക്കി എല്ലാവരും ഓടിപ്പോയിട്ടോ. നമുക്കിതിന് ചുറ്റും ഇങ്ങനെ അങ്ങോട്ട് നടക്കാൻ നല്ല രസമായിട്ടുള്ളതുണ്ട് കേട്ടോ. നല്ല രസകരമായ കാഴ്ചകളും നല്ല വൈബാണ് സംഭവം കാണാനൊക്കെ. ചേട്ടത് ഇതിനകത്ത് ഇഷ്ടംവരെ ആമയുണ്ട് അല്ലേ, ഒരുപാട് ആമയുണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ ഉണ്ട്. ദേ ആ നമ്മുടെ ശങ്കിൻ്റെ അടിയിൽ നിന്ന് ഒരു ആമ പോകുന്നുണ്ടോ, ചാടി വെള്ളത്തിലേക്ക്. തന്നെ അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. അത് നമുക്ക് സൂം ചെയ്താൽ കിട്ടുള്ളൂ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ മുന്നേ നടക്കുക. അപ്പം ഞാനിങ്ങനെ അവിടെ ഈ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി ഇങ്ങനെ പോരുക കേട്ടോ. നമ്മുടെ ശങ്കിൻ്റെ പൂർണ്ണ രൂപം കാണാം കേട്ടോ. അതിൻ്റെ പിൻഭാഗം എന്തൊരു ഭംഗിയാണ്. പക്ഷേ ഈ കുളമൊക്കെ പുല്ലൊക്കെ വെട്ടി നല്ല രസമായിട്ട് ഗാർഡൻ നന്നായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലോ നല്ല രസം ഉണ്ടാവുമായിരുന്നു കേട്ടോ. ആകെ കച്ചടമായിട്ട് അഴി കിടക്കുക. അതിനുള്ളിൽ ടിക്കറ്റ് വാങ്ങിച്ച ആൾക്കാരകത്ത് കയറ്റുണ്ടെങ്കിൽ പോലും ഇതൊന്നും വൃത്തിയാക്കുന്നില്ല. വരുന്ന വഴി കേട്ടോ, ഇതൊക്കെ നമ്മുടെ ട്രെയിന് വരുന്ന വഴികളാണിത് കേട്ടോ. പാർക്ക് നല്ല രസമുണ്ട് കേട്ടോ. അത് തന്നെ ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ കൊച്ചുവേളിയിലുള്ള വേളിക്കുള്ളിലുള്ള പാർക്ക് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വരാം. പക്ഷേ എന്തായാലും നഷ്ടമാകില്ല ഇതിവിടെ എന്തായാലും വന്നു കഴിഞ്ഞാൽ. കാരണം നടന്ന് കാണണം കേട്ടോ. ട്രെയിനിൽ നമ്മൾ പോയാൽ മാത്രം പോരാ, നമ്മളിതിവിടെ വന്ന് ഇതിനുള്ളിൽ നമ്മളെന്തായാലും കൊടുക്കുന്ന പൈസയ്ക്കുള്ള പ്രോഫിറ്റ് ഉണ്ട് ഇതിനുള്ളിൽ. ഓക്കെ, അച്ചു കാഴ്ചകൾ കണ്ട് നടക്കല്ലേ. മത്സ്യകന്യ കിടക്കുന്നുണ്ട്. പക്ഷെ മത്സ്യകന്യയുടെ ബാക്ക് സൈഡിലാണ് വന്നു. വേറെ എന്തോ ഒരു മൃഗം അവിടെ നിൽക്കുന്നുണ്ട്. കാണ്ടാമൃഗം ആണോ നോക്കാം. കണ്ടോ ഒരു കാണ്ടാമൃഗം നിൽക്കണുണ്ടോ? കൂറ്റൻ കാളയാട്ടാ. ഒരു കാണ്ടാമൃഗമല്ല, യമുവിൻ്റെ ആണത്. ഇവിടുത്തെ നമ്മുടെ ഒരു നല്ല രസമുള്ള ഒരു രൂപമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു രൂപമാണിത്. അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ പുഴയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴത്ത് നല്ല രസമുള്ളൊരു പുഴയാണ്. അതെ, ഇവിടെ കടലും കായലും കൂടി ചേർന്ന ഒരു സംഗമ ഏരിയ ആണിത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണുന്നത് അതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ വരിക. ഓക്കെ, ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ വരിക. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്ന കടലാട്ടോ. ആ കാണുന്നതാണ് അഴിമുഖം. കണ്ടോ, കടലും കായലും കൂടിയിട്ട് ഒന്ന് ചേരുന്ന സ്ഥലം, പൊഴി മുറിക്കുന്ന സ്ഥലമാണത്. സംഗമമായിട്ടുള്ള പുഴയും കായലും കടലും കൂടിയുള്ള സംഗമിക്കുന്ന ഏരിയ ആണ് ആ കാണുന്നത്. ഓക്കെ, ഞങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. യാത്രയ്ക്കുള്ള ബോട്ടുള്ള ഏരിയ ഇതാണ് നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടും അതിൻ്റെ ഇഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിന് ഉള്ളിൽ യാത്രയുണ്ട്, ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വരുന്ന ആൾക്കാർക്ക് വരികയാണെങ്കിൽ ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ നടത്താം. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. എന്തായാലും ഒരിക്കലും നഷ്ടമാവില്ല നമുക്ക് നമ്മുടെ കാഴ്ചകളൊന്നും. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ അഴിമുഖമാണ് ഈ കാണുന്നത് അറ്റത്ത്. ഓക്കെ, അതുപോലെ ഒക്കെ കാട് പിടിച്ചതൊന്നും വെട്ടി ഒരു രസകരമായിട്ടൊന്നും ഇതാക്കിയിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ അവിടുത്തെ ദോഷം. വലിയൊരു ബ്രാലത് 2 ഉണ്ടായിരുന്നു. ഓർമ്മ ഓടിപ്പോയി കേട്ടോ. പറഞ്ഞത് എൻ്റെ അമ്മ കണ്ടോ ഇതാണ് ബ്രാല്. വലിയ സാധനം കണ്ടോ, ഇതേ നിൽക്കണുണ്ടോ, കിടക്കട്ടെ അനങ്ങണില്ലേ. എന്താ അനങ്ങാൻ തുടങ്ങി. കണ്ടോ, വേണ്ട സാധന വലിയ ബ്രാല. കണ്ടോ, ഒരെണ്ണത്തേക്ക് ഓടിപ്പോയിട്ടാ. ഇവിടെ ചോളപ്പൊരിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മത്സ്യകന്യ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മത്സ്യമായിട്ട് തല കാണാമല്ലോ. തല തേരിക്കുന്നു. കറങ്ങി നമ്മൾ അതിൻ്റെ പിന്നിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ പോപ്കോണൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമും പോപ്കോണൊക്കെ ഉണ്ട്. ഐസ്ക്രീമുണ്ട്, പോപ്കോണുണ്ട്,
ബിസ്ക്കറ്റ്, സ്നാക്സൊക്കെ അത്യാവശ്യം ഉണ്ട്. ചായ ഉണ്ടെന്ന് തോന്നുന്നു. ചായ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്നാൽ ചായ കുടിക്കാൻ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചായ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യമുള്ള എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ നേരെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഈ ബോട്ടിങ്ങിലേക്ക് പോകുന്ന ഏരിയ. ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിന് പോകാൻ പറ്റും. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ട കുറേ, പക്ഷെ ബോട്ടൊക്കെ നല്ല രസമായിട്ട് ചെയ്യേണ്ട കേട്ടോ. ഇവിടെയൊക്കെ തകർന്ന് കിടക്കുക, വെറുതെ ഒരു ഉപയോഗശൂന്യമായ രീതിയിൽ കിടക്കുക. വല്ലാത്തൊരു അവസ്ഥ കേട്ടോ അത്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി. അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മുടെ ഇവിടെ ബോട്ട് സർവീസിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടൊരു എന്ന് പറഞ്ഞാൽ ബോട്ട് സർവീസാണ് മെയിനായിട്ട്. നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംവിധാനമാണ്. ഒഴിവ് ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ, ലൈഫ് ജാക്കറ്റും അതിനുവേണ്ട എല്ലാ സേഫ്റ്റി സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. സ്പീഡ് ബോട്ട് 4 പേർക്ക് 1000 രൂപ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ 100 രൂപ അല്ലേ ഒരാൾക്ക്, സാധാ ബോട്ടിന്. ഓക്കെ, അപ്പം 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് അതുപോലെ മെയിൻ്റനൻസ് വർക്ക് നടക്കാറുണ്ട്. ഇന്ന് സവാരി ഇല്ലയെന്ന് പറയണേ. അതുപോലെ തന്നെ മറ്റേ സ്പീഡ് ബോട്ടാണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് 1000 രൂപയാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു പ്രൈസാണ്. ഇത് നമ്മുടെ KTDCയുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇതിനുള്ളിൽ അത്യാവശ്യം നമുക്ക് ഇവിടെ പാനീയങ്ങൾ, ശീതള പാനീയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. KTDCയുടെ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന് കേട്ടോ. ഓക്കെ, നമ്മുടെ KTDCയുടെ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ പഴംപൊരി അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. നല്ല അടിപൊളി ചൂട് പഴംപൊരി ഉണ്ട്, പോപ്കോൺ ഉണ്ട്, ബിസ്ക്കറ്റ്, സ്നാക്സൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഒരു നല്ല കുഴപ്പമില്ല കേട്ടോ. ക്യാൻറ്റീൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതാണ് കിച്ചൺ. ഓക്കെ, ഇതാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ KTDC ഗവൺമെൻറ്റിനാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാൻറ്റീനാണ്. കുഴപ്പമില്ല. ശീതളപാനീയങ്ങളൊക്കെ ഉണ്ട്. മഴ വരുന്നുണ്ടെന്നുണ്ട് അല്ലേ ഏട്ടാ? നല്ല മഴ വരുന്ന ഒരു കോളുണ്ട് കേട്ടോ. ഇത് അപ്പുറത്തൊക്കെ നല്ല രസം കേട്ടോ. ഇവിടെ നല്ല ടൈം പാസും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ കുഞ്ഞിനെയും കൈ താങ്ങി തലയിൽ ചുമടെടുക്കുന്ന പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശിലയാണത്. നമ്മൾ പണിതിട്ടുള്ളത് കണ്ടോ. പഴയ കാലത്ത് കുഞ്ഞിനെ താങ്ങി പണിക്ക് പോകുന്ന തൊഴിൽ വർഗത്തിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു പ്രതിമയാണ്. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവർ കറക്റ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയപ്പോൾ ഞങ്ങളെ വിളിച്ചു. നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ, കോൺടാക്ട് നമ്പർ. അവിടെ വിളിച്ച് ഞങ്ങൾ വന്ന് ടിക്കറ്റിന് എടുത്ത് കയറി ട്രെയിനിൻ്റെ ഉള്ളിലേക്ക്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഉൾവശം. ആൾക്കാരുണ്ട് കേട്ടോ മുന്നിലൊക്കെ. ഞങ്ങളെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് എത്താൻ നേരം വൈകി കാരണം ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല. ഇനി നേരെ പിന്നിലേക്ക് വന്നു കേട്ടോ. ഇതാണ് എൻ്റെ ബാക്കിൽ ഇനിയും സൗകര്യമുണ്ട്. ആൾക്കാർ ഫുള്ളായിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് എല്ലാവരും ഇതിനുള്ളിലേക്കാണ്. ഇനി യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അതായത് 11 ഇവിടെ ടിക്കറ്റ് പ്രൈസ് എങ്ങനെയാണെന്നറിയോ? 11 വയസ്സുള്ള കുട്ടികൾക്ക് വരെയുള്ള 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും 11 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. ഓണടിക്ക് നീട്ടി അടിക്കുന്നുണ്ട്. ആൾക്കാർ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ ട്രെയിന് യാത്രയായി. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ശബ്ദമായിരുന്നു. എടുത്ത വഴിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ശബ്ദമായിരുന്നു. നമ്മുടെ ട്രെയിനിൻ്റെ ആൾക്കാർ, ടിക്കറ്റിൻ്റെ ആൾക്കാരെ കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ യാത്ര സ്റ്റാർട്ടായി. ഹലോ,
ട്രെയിനിൻ്റെ യാത്രയിലാണ്. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനി അരുവി സൈഡിലുള്ള യാത്രകൾ കാണാം. നല്ലൊരു അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗംഭീര മഴയാണ് വരുന്നത്. നമ്മുടെ പൊഴി മുറിയുന്ന സ്ഥലമാണ് കാണുന്നത്. അതുപോലെ ഈ സൈഡിലും നല്ല രസമുള്ള കാഴ്ചകളാട്ടോ. നമ്മുടെ പാലത്തിനുള്ളിൽ കൂടെ ഇവിടെ കടക്കാണ്. ട്രെയിനിൽ അങ്ങോട്ട് പോവുകയാണല്ലോ. നമ്മുടെ ഈ പാലത്തിനുള്ളിൽ കൂടെ ഇങ്ങനെയാണ് പാലുണ്ട്. അതിനുള്ളിൽ കൂടെ ട്രെയിൻ കിടന്നു പോകാം. ഇത് വേളിയാണ് കേട്ടോ. വേളി ഇത് ഉണ്ടാവും. എന്തുമാത്രം വേസ്റ്റ്, ചപ്പ് ചവറ് വേസ്റ്റുകളാന്ന് നോക്കിയേ. നമ്മുടെ കായലിൻ്റെ ഉള്ളിൽ വേളിയുടെ ഇവിടെ ട്രെയിൻ കടന്നു പോകുന്ന വഴിയിലാട്ടോ. അതുപോലെ ഈ ഭാഗത്ത് കായലിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല രസകരമായ കാഴ്ച. അപ്പുറത്തൊരു കൊട്ടാരം പോലെ വലിയൊരു റിസോർട്ട് അവിടെ ഉണ്ട്. അപ്പുറത്ത് കാണാനുണ്ട്. ആൾക്കാർ തന്നെ ഇവിടെ ഇങ്ങനെ മഴ ചാറിയപ്പോൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. ഇവിടെ സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നല്ല രസകരമായ പാർക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആൾക്കാർക്ക് നിൽക്കാനും അതിനകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ നമുക്ക് അഴിമുഖം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ കേട്ടോ. അവിടെ ഒരു പട്ടാളക്കാരുടെ പോലത്തെ ഒരു കയറാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അത് വേളി പുഴക്കരയാണ് കേട്ടോ. വേളി പുഴക്കര സൈഡിൽ കൂടി നമ്മൾ തിരിഞ്ഞതാ ഇങ്ങനെ ട്രെയിൻ അങ്ങോട്ട് തിരിയാട്ടോ. ലെഫ്റ്റിലേക്ക് ട്രെയിൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. ഭയങ്കര കുരുക്കാട്ടോ കേട്ടോ. ട്രെയിൻ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് ട്രാക്ക് ഉണ്ട് കേട്ടോ. അതിലെ ട്രാക്ക് ഉണ്ട്. അതിൻ്റെ മേളിൽ നല്ല രസകരമായ ഒരു പുൽത്തകടി നല്ല രസമായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ നല്ല രസമുണ്ട് കേട്ടോ പുൽത്തകടി കാണാനായിട്ട്. അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ അപ്പുറത്തെ കൂടെ കയറി ഇതിലേക്ക് വന്നിട്ടോ കേട്ടോ. ഇവിടെ ഇതിനുള്ളിൽ ഇവിടെ കൊണ്ടോ ഫുള്ളും വേസ്റ്റാണ്. ഇവിടെ ഫുള്ളും കൊണ്ടോ എന്തൊരു കച്ചറാണ്. ഇത് നമ്മൾ പുഴയിലേക്കും തോട്ടിലേക്കും നമ്മൾ വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഡിസ്പോസ് ചെയ്യാറുള്ളൂ. മാക്സിമം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഇതിലൂടെ പറയാനുള്ള അതാണ് മെയിനായിട്ട്. നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുക. കാരണം വെച്ചാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ നോക്കുന്നിടത്തെല്ലാം ചവറുകളും പ്ലാസ്റ്റിക്കുമാണ്. മാക്സിമം ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നമ്മളൊരു ഗുഹയ്ക്കുള്ളിൽ കയറിയിട്ടോ. നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ടണലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടണലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ മുള കേട്ടോ, മുള്ളില്ലാത്ത മുളയില്ലേ നമ്മൾ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആ സാധനം ഗാർഡൻ മുളയെന്ന് പറയാം കേട്ടോ. ഗാർഡൻ മുളയാണ്. അതുപോലെ രണ്ട് സ്ഥലം ഫുള്ള് കാടാട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൾക്കാരെ മാക്സിമം ആളുകളെ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. സർക്കാർ നമ്മുടെ ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണത്. പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കാടുകളെന്ന് ഞാൻ പറഞ്ഞ ഇതാണ് കേട്ടോ. ഈ കാണുന്ന കാടുകളാണ്. അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കുളമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്ക് നല്ല പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ നമുക്കിതിലുണ്ട്. പക്ഷേ അതൊന്നും മാക്സിമം അത് ഉപയോഗപ്പെടുത്താതെ നശിപ്പിച്ച് കളഞ്ഞ ഒരു ഫീലാണ് തോന്നുന്നത്. പക്ഷേ എന്നാൽ മറ്റു ഭാഗങ്ങൾ മാക്സിമം നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ലയെന്ന് പറയരുത്. അപ്പുറത്തെ നമ്മുടെ കേട്ടോ അവിടെ ആ സൈഡിൽ പോകണ്ട. അവിടെ നല്ല രസകരമായ കാഴ്ചകളാണ് കേട്ടോ. അതിൽ പറഞ്ഞ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല എന്താ വേസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്.
വേസ്റ്റ് ഉണ്ട്. ഇതാണ് വേസ്റ്റ്. നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സൈഡിൽ ഷട്ടറില്ല. ഈ മഴയായ കാരണം നമുക്ക് ഇതിനുള്ളിലേക്ക് വെള്ളം വരുന്നുണ്ട്. സൈഡ് ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട് ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഷട്ടർ ഇല്ലാത്തതിൻ്റെ കാരണം നമുക്ക് നല്ല ചോർച്ചയാണ് ഈ ലെഫ്റ്റ് സൈഡിലും. കണ്ടോ, ഇവിടെയും അതുപോലെ ഷട്ടറില്ല, ഇവിടെയും അതുപോലെ നമ്മുടെ ഡോറിന് ഷട്ടറില്ല. ആ ഷട്ടർ ഇല്ലാത്ത കാരണം മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ അകത്തോട്ട് വരികയാണ് കേട്ടോ. നമുക്ക് നല്ല മഴ കിട്ടിയിട്ടോ. ഗംഭീര മഴയാണ് പുറത്തുണ്ടാവും. ഗംഭീര മഴയാണ്. ഗംഭീര മഴ കിട്ടിയിട്ടോ. നമുക്ക് ഇതിനുള്ളിൽ കൊണ്ട് ഒരു റൗണ്ട് അങ്ങനെ കറങ്ങിയതേ. നല്ല ഒരു ബഡ് പ്ലാവ് നിൽക്കുന്നുണ്ട്, പക്ഷെ ചക്ക കാര്യമില്ല. ചക്ക ഇങ്ങനെ കൂന് പിടിച്ച ചക്കയാട്ടാ. കേളി ബോട്ടുകൾ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ തിരിച്ചത് നമ്മുടെ വീണ്ടും ആ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലേക്ക് പോവാണ് കേട്ടോ. അത് നമ്മുടെ മത്സ്യകന്യക നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രസകരമായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതെന്താണ് സംഭവം എന്നറിയില്ല. ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു സംഭവമാണത്. നമ്മുടെ ശംഖിൻ്റെ അവിടേക്ക് വീണ്ടും കറങ്ങി നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്ത് ശംഖിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അതിന് മേളിൽ 2 പ്രാവ് ഇരിക്കും കേട്ടോ, ശംഖിൻ്റെ മേളിൽ. വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറിട്ടോ. നമ്മുടെ റെയിൽവേയുടെ ഉള്ളിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ആളെന്ന് ലോക്ക് തുറന്നിട്ടു. ഓരോരുത്തരുടെ ഇറങ്ങും. ഓക്കെ, ഒരു ഏരിയ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഏരിയയിലേക്കും പോയിട്ടോ. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങുമ്പോൾ ഗംഭീര മഴ കണ്ടോ. വേറല്ല, അതിഗംഭീരമായ മഴ. ഒരു രക്ഷയില്ല. വെള്ളം പൊട്ടിച്ചാടുക. നല്ല ശക്തമായ മഴയായിരുന്നേ. ഇവിടെ പിന്നെ ഒരു കാര്യം തന്നെ, മഴയത്തെ ട്രെയിനിൽ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ, നനഞ്ഞ് കുതിർന്ന് ആകെ തകിട് പിടിയാവും. ഫുള്ള് നനഞ്ഞ് തകിട് പിടിയാവും കണ്ടോ. ഫുള്ള് മഴയാണ്. അച്ഛന് തന്നെ ഇപ്പോൾ മാങ്ങ വേണമെന്നുണ്ട്. അച്ഛന് വാങ്ങിച്ചത് പൈനാപ്പിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നന്നായിട്ടുണ്ട് അച്ചു? നന്നായിട്ടല്ലേ? ഉണ്ടാ മാങ്ങ വാങ്ങിക്കണോ? പൈനാപ്പിൾ ടേസ്റ്റ് ഉണ്ടോ? മുളക് പൊടി ഇട്ടപ്പോൾ? എന്നാൽ അതിൻ്റെ ഒരു കഷ്ണം